Hello friends, welcome to SAT, St. Augustine Tuition Center, Madathumadi. We will begin the class 12 physics part 16, forces between multiple charges. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് പറയുന്ന ഒരു തിയറിയാണ്. കൂളംസ് ലോ ഗീവ്സ് ദ ഇലക്ട്രിക് ഫോഴ്സ് ആക്ടിംഗ് ബിറ്റ്വീൻ ടു ഇലക്ട്രിക് ചാർജസ്. കൂളംസ് ലോ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് രണ്ട് ചാർജുകൾ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എങ്ങനെയാണെന്നാണ്. ഓക്കെ, for example, if there are two charges, Q1 and Q2, separated by a distance small r, then the force on Q1 due to Q2. ഈ Q2 Q1 ൽ ചെലുത്തുന്ന ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4πε0 into Q1 Q2 by r square into r12 cap. ഇത് നമ്മൾ കഴിഞ്ഞ പാർട്ടുകളിൽ പഠിച്ചതാണ്. ഓക്കെ, കൂളംസ് ലോ ഇതാണ് നമുക്ക് നൽകുന്നത്. എന്താണ് കൂളംസ് ലോ പറയുന്നത്? ദ ഫോഴ്സ് ബിറ്റ്വീൻ ടു ചാർജസ്. നമ്മളിവിടെ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർപൊസിഷനിൽ പഠിക്കാൻ പോകുന്നത്, കൺസിഡർ ഇഫ് ദർ ആർ സം അതർ ചാർജസ് നിയർ Q1. Q1ന്റെ അടുത്ത് വേറെയും ചാർജുകളുണ്ട് എന്ന് വിചാരിക്കാം. സപ്പോസ് ദർ ഈസ് വൺ ചാർജ് ഹിയർ, Q3, Q4, Q5, Q6, so many charges. All these charges exert a force on Q1. ഈ Q5 exert ചെയ്യും, Q6 exert ചെയ്യും, Q3 exert ചെയ്യും. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഇപ്പുറത്തുള്ള ഫോഴ്സ് Q1 ഫോഴ്സ് എക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അത് ഒരിക്കലും Q2ന്റെ ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? അതായത് Q2 Q1 മേൽ ചെലുത്തുന്ന ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഫോഴ്സിനെ Q3 Q1 മേൽ ചെലുത്തുന്ന ഫോഴ്സിനെ എഫക്ട് ചെയ്യുന്നില്ല. മനസ്സിലാവുന്നുണ്ടോ? സപ്പോസ് ഇവിടുന്ന് ഇതുമ്മ ചെലുത്തുന്ന ഫോഴ്സ് 5 ആണ് എന്ന് വിചാരിക്കുക. വെറുതെ 5 എന്നൊരു സംഖ്യയാണെന്ന് വിചാരിക്കുക. Q3 Q1 ചെലുത്തുന്ന ഫോഴ്സ് 4 എന്ന് പറയുന്ന ഒരു സംഖ്യയാണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇവർ രണ്ടുപേരും ഇൻഡിപെൻഡന്റ് ആണ്. അതായത് Q3 വന്നതുകൊണ്ട് Q2ന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ Q1 ടോട്ടൽ ഫോഴ്സ്, Q1ന്റെ മീതെയുള്ള ടോട്ടൽ ഫോഴ്സ് എന്ന് രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. വെരി സിമ്പിൾ. 4 പ്ലസ് എന്താണ് 5. ക്ലിയർ? ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ കൺസിഡർ ദർ ആർ സോ മെനി അതർ ചാർജസ് ഹിയർ. Suppose this is the position vector of R1, Q1, Q2 in the position vector of R2. There are another charges Q3. Q3 ഇവിടെ വരുന്നുണ്ട്. This red line represent the force exerted on Q1 by Q2. There are another charges Q3. Consider Q3 here and Q4 and Q5, Qn. Okay. So there are so many other charges. നമ്മളിപ്പോ ഈ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് Q3 Q4 Qn മാത്രം എടുത്തോളൂ. കൺസിഡർ Q2. Q2 exert a force on Q1 and the force is in the direction this force is known as F12. എന്താണ് ഇതിന്റെ മീനിങ്? 1 on 1 by എന്താണ് 2. കണ്ടോ? Q1 മേൽ Q2 ചെലുത്തുന്ന ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ സപ്പോസ് Q3 ഒരു ഫോഴ്സ് ഇതും ചെലുത്തുന്നുണ്ടാവും in this direction. Clear? And what is this? F13. Similarly, Q4 ഇതും ഒരു ഫോഴ്സ് ചെലുത്തുന്നുണ്ടാവും in this direction. Okay, and this is F14. Okay, similarly Qn exert a force on Q1 and in this direction, and we can write it as F1n. Okay, clear? So Q4 exert a force on this direction, F14, Q3 exert F13, and Qn. N means any number. Okay. So the total force acting on this is known as principle of superposition. It is the vector sum of the total force. Okay. So principle of superposition gives the method to find the force on a charge when system consists of large number of charges. ഒത്തിരി ചാർജുകൾ ഉണ്ടാകുമ്പോൾ ഒരു ചാർജിന്മേലുള്ള ടോട്ടൽ ഫോഴ്സ് അത് കണ്ടുപിടിക്കാനാണ് പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഈസ് വെരി സിമ്പിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ജസ്റ്റ് ആഡ് ഓൾ ഫോഴ്സസ്, എല്ലാവരും അതുമായി ചെലുത്തുന്ന ഫോഴ്സ് സെപ്പറേറ്റ് കണ്ടുപിടിച്ച് ദെൻ ആഡ് ചെയ്യുക. ഓക്കെ, അക്കോർഡിംഗ് ടു ദിസ് പ്രിൻസിപ്പിൾ, when a number of charges are interacting, the total force on a given charge is the total force. Suppose here this is Q1. Q1 is vector sum of forces exerted on it by all other charges. മറ്റുള്ള ചാർജസ് അതിൽമേൽ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സസിന്റെ ടോട്ടൽ സം ആയിരിക്കും എന്തെന്ന് പറയുന്നത് അതിന്റെ വെക്ടർ
അതിന്റെ ടോട്ടൽ ഫോഴ്സ് എന്ന് പറയുന്നത് ആക്ടിങ് ഓൺ ദാറ്റ് ബോഡി, ദാറ്റ് ചാർജ്. ഓക്കെ, ക്ലിയർ? അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? പ്രിൻസിപ്പൽ സൂപ്പർപോസിഷന്റെ ഡെഫിനിഷൻ എങ്ങനെ പറയാം? ഫോഴ്സ് ഓൺ എനി ചാർജ് ഡ്യൂ ടു a number of other charges is the vector sum of all the forces on that charge due to the other charges. അതായത് ഫോഴ്സ് ഓൺ എനി ചാർജ്, ഏതൊരു ചാർജിന്റെയും ഉള്ള ഫോഴ്സ് എന്ന് പറയുന്നത്, സപ്പോസ് നമ്മൾ Q1 എടുത്തു, ഫോഴ്സ് ഓൺ Q1 due to a number of other charges, that is Q2, Q3, Q4, Qn, etc. Other charges is the vector sum of all the forces on that charge. So Q2 exert a force on here in this direction, that is F12. Similarly, Q3 exert F13 and F13 and so on. Clear? So അതിന്റെ എല്ലാത്തിന്റെയും എന്താണ് വെക്ടർ സം ആയിരിക്കും. The individual forces are unaffected. Very important point. Individual forces are unaffected due to the presence of other charges. മറ്റ് ചാർജുകൾ ഉണ്ട് എന്ന് വിചാരിച്ച് അവര് ഈ Q1 ചെലുത്തുന്ന ഫോഴ്സിന് യാതൊരുവിധ മാറ്റവും വരാൻ പോകുന്നില്ല. ദിസ് ഈസ് ടേംഡ് ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഫോഴ്സ് ഓൺ F1, ദാറ്റ് ഈസ് ഫോഴ്സ് ഓൺ Q1 is denoted by F1 is equal to F12 force on 1 due to 2, F13 force on 1 due to 3, F14 force on 1 due to 4, etc. plus F1n. എത്ര പേരുണ്ടോ അത്രയും പേര്. Okay, and this is the equation. Clear? So this principle makes us use of the fact that the forces with which two charges attract or repel one another are not affected by the presence of the other charges. പറഞ്ഞ 1/4πε0 into Q1 Q2 R square into അതാണ് R1, എന്താണ് R cap. ഓക്കെ, ഇത് 1 2 ആണെങ്കിൽ നമ്മൾ ഇവിടെ എന്താ ചേർക്കേണ്ടത്? ഇവിടെ 1 2 ചേർക്കണം, ഇവിടെ 1 2 ചേർക്കണം. ക്ലിയർ? ഓക്കെ, നമ്മളിപ്പോ F12 F13 F14 etc F19 ഇതെല്ലാം കൂടി ആഡ് ചെയ്യാൻ പോകണം. ഓക്കെ, that is the resultant force. F1 is equal to F12 plus F13 plus F14 etc plus F19. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് F12 കണ്ടുപിടിക്കാം. F12 എന്താണ്? F12 അതിവിടെ തന്നിട്ടുണ്ട്. അപ്പൊ F13 കണ്ടാൽ മതി. F13 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിം, സാർ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇതിന് ഒരു പേര് കൊടുക്കുകയാണ്, K എന്ന പേര് കൊടുക്കുകയാണ്. സോ K ഇൻറ്റു Q1 വാട്ട് 3 ആണ് ഇവിടെ. അപ്പൊ Q3 ഡിവൈഡഡ് ബൈ എന്താണ് R13 സ്ക്വയർ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ഇൻറ്റു എന്താണ് R13 ക്യാപ്. ഓക്കെ, ക്ലിയർ? ഇതിനെ നമുക്ക് R13 വെക്ടർ ഡിവൈഡ് ബൈ R13 മാഗ്നിറ്റ്യൂഡ് എഴുതുമ്പോൾ ഇവിടെ R13 ക്യൂബ് ആവും. അങ്ങനെയും നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഈ ഒരു റെപ്രസെന്റേഷൻ ആണ് എടുത്തിരിക്കുന്നത്. ഓക്കെ, ആൻഡ് F14 again K into Q1 Q4 divided by R14 whole square into R14 cap. Similarly എന്താണ് n എഴുതുന്ന സമയത്ത് F1n is equal to K. What is K? 1/4πε0. Okay, K into Q1 Qn divided by R1n whole square into R1n cap. So according to our equation, when we add these, ഇത് നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ കിട്ടുമെന്ന് നോക്കാം. Consider in all these equation K is common. Clear? K is common. Okay, and look at this Q1 is also common. Q1 എന്താണ് common ആണ്. So we can take out ഈ Kയും Q1 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? പുറത്തേക്ക് എടുക്കാം. Clear? So you can write it as K Q1, K
കെയും Q1 പുറത്തേക്ക് എടുത്തു സാറ്. അപ്പോൾ പിന്നെ ബ്രാക്കറ്റിൽ എന്താവും? ബ്രാക്കറ്റിൽ എല്ലായിടത്തും എന്താ കിടക്കുന്നത്? Q3, പിന്നെന്താണ് Q4, പിന്നെന്താണ് Qn, പിന്നെന്താണ് ഇവിടെയാണെങ്കിൽ Q2. മനസ്സിലായോ? Q1 സാർ പുറത്തൊക്കെ എടുത്തു. സോ ഇവിടെ Q2 ആണ് ബാലൻസ് വരാം. ക്ലിയർ? അപ്പോൾ Q2 ഡിവൈഡഡ് ബൈ എന്താണ്? R12 ഇൻറ്റു R12 ക്യാപ്പ്. ഓക്കെ, ക്ലിയർ? അതുപോലെ Q3 ഡിവൈഡ് ബൈ R13 ഹോൾ സ്ക്വയർ ഇൻറ്റു R13 ക്യാപ്പ്. Q4 ഡിവൈഡ് ബൈ, അതായത് ഈ രണ്ട് ടേം ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം നമുക്ക് ആഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, സോ ദ ബാലൻസ് ലെഫ്റ്റ് ഈസ് Q2 ഡിവൈഡഡ് ബൈ എന്താണ്? R12 ഹോൾ സ്ക്വയർ, R12 ഹോൾ സ്ക്വയർ ഇൻറ്റു R12 ക്യാപ്പ്, എക്സെട്ര. അങ്ങനെ പോകുന്നത് എവിടം വരെ? ഈ പറയുന്ന n വരെ ഉള്ളത് പോകും. ഓക്കെ, ഇതാണ് സംഭവിക്കാൻ വേണ്ടി. ഇതന്നെ റിപ്പീറ്റ് ചെയ്യും. ഇവിടെ Q3 എഴുതണം, അല്ലെങ്കിൽ Q4 എഴുതണം, പിന്നെ Qn എഴുതണം. സോ ഇൻ ജനറൽ നമ്മൾ ഇതെല്ലാം ആഡ് ചെയ്ത് പോവുകയാണ്. കണ്ടോ? ഇങ്ങനെ ആഡ് ചെയ്ത് പോകണം. ലാസ്റ്റ് നമുക്ക് n ടേംസ് വരും. സോ ജനറൽ K Q1 സിഗ്മ ഇതെല്ലാം ആഡ് ചെയ്യണം. അതിനകത്ത് R1 ഉണ്ട്. ഇവിടെ R1 അത് കോമൺ ആണ്. അപ്പോൾ നമുക്ക് ആഡ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള ആള്, അതായത് R1 അത് കോമൺ ആണ്. പിന്നെ എവിടെയാണ് ചേഞ്ച് വരുന്നത്? രണ്ടാമത്തെ ആൾ 2 ആവുന്നു, 3 ആവുന്നു, 4 ആവുന്നു, അവസാനം n ആവുന്നു. അപ്പോൾ ചേഞ്ച് വരുന്ന ആൾക്ക് നമുക്ക് I എന്ന് പേര് കൊടുക്കാം. R1I. ക്ലിയർ? ഓക്കെ, ഐയുടെ വാല്യൂ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2ൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ വി ക്യാൻ റൈറ്റ് ഹിയർ I ഈസ് ഈക്വൽ ടു 2. ക്ലിയർ? ഓക്കെ, ദെൻ മുകളിൽ എന്താണെന്ന് കാണുന്നത്? മുകളിൽ Q2. ഇവിടെ ഐയുടെ വാല്യൂ എന്താണ്? അത് മുകളിൽ വരണം. കണ്ടോ? ഇവിടെ I സമം 2 ആണെങ്കിൽ മുകളിൽ 2, ഇവിടെ I സമം 3 ആണെങ്കിൽ മുകളിൽ Q3, ഇവിടെ I സമം 4 ആണെങ്കിൽ മുകളിൽ 4. അപ്പോൾ വി ക്യാൻ റൈറ്റ് above as QI. ക്ലിയർ? ഇൻറ്റു, ഓക്കെ, ദെൻ R12 ക്യാപ്പ് എന്ന് പറയുമ്പോൾ R1I ക്യാപ്പ്, R1 then I then cap. Okay, clear? So this is the equation. So we can simply solve it as Q1 by 4 pi epsilon 0 sigma I summon 2 Q1 R1I square R1I cap. Okay, and put an n, ഒരു n കൂടി ഇതിന്റെ മീതെ എഴുതാനുണ്ട്. This is n, means n വരെയുള്ളൂ. കിട്ടിയോ? അപ്പോൾ ഈ Q1 4 pi epsilon 0 എവിടെ നിന്നാണ് വന്നത്? അത് എല്ലായിടത്തും കോമൺ ആണ്. ഓക്കെ, പിന്നെ എവിടെ വ്യത്യാസം? പിന്നെ Q2 വരുമ്പോൾ R12 തന്നെ ഉണ്ടോ? അപ്പോൾ QI എന്ന് കൊടുത്താൽ R1I. ക്ലിയർ? ഐയുടെ വാല്യൂ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? 2 മുതൽ എന്താണ് അങ്ങോട്ട് അനന്തം. 1 ഇല്ല, 2 മുതലാണ് ഐയുടെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണോ? ദിസ് ഈസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് എന്താണ് ടോട്ടൽ ഫോഴ്സ് ആക്ടിങ് ഓൺ എ charge. That is, this is the vector sum of all the forces acting on a charge if there are so many charges are present. Okay, നമ്മൾ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത് വെക്ടറിന്റെ സമ്മാണ് കാണാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അതിനകത്ത് റിസൾട്ടന്റ് ഫോഴ്സ് കാണുന്ന ഒരു ഇക്വേഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ അതൊന്ന് ഡിറൈവ് ചെയ്ത് കാണിച്ചു തരാം. ഓൾറെഡി നിങ്ങൾ +1 പഠിച്ചതായിരിക്കും, എങ്കിലും അത് മറന്നു പോയിട്ടുണ്ട്. ഓക്കെ, സോ സപ്പോസ് ദിസ് ഈസ് എ ഫോഴ്സ് വെക്ടർ. ഇതൊരു ഫോഴ്സ് വെക്ടർ ആണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു പേര് കൊടുക്കുകയാണ്. അതിൻ്റെ പേര് F1. സപ്പോസ് ദിസ് ഈസ് എ ഫോഴ്സ് 1 ആൻഡ് അനദർ വെക്ടർ. സപ്പോസ് ദിസ് ഈസ് ഫോഴ്സ് 2 F2. ക്ലിയർ? ഓക്കെ, ആൻഡ് ആംഗിൾ ബിറ്റ്വീൻ ദം, അവർ തമ്മിലുള്ള കോണ് എന്ന് പറയുന്നത് സപ്പോസ് ദാറ്റ് ഈസ് തീറ്റ. ഇറ്റ് ഈസ് തീറ്റ. ക്ലിയർ? ഓക്കെ, അതായത് ഒരു ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു, ഒരു ഫോഴ്സ് മുകളിലേക്ക്. കണ്ടോ? അവർ തമ്മിലുള്ള ആംഗിൾ, രണ്ട് വെക്ടർ തമ്മിലുള്ള ആംഗിൾ തീറ്റ എന്ന് പറയും. ഈ രണ്ട് ഫോഴ്സ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ? സാധാരണ നമ്മളിപ്പോൾ 2 കിലോ 3 കിലോ ആഡ് ചെയ്യുമ്പോൾ എന്താണ് 5 കിലോ, അല്ലെങ്കിൽ 2 മണിക്കൂറും 4 മണിക്കൂറും ആഡ് ചെയ്യുമ്പോൾ 6 hours. അതുപോലെ ഇത് ആഡ് ചെയ്യാൻ പറ്റുമോ? ഇതിപ്പോൾ ഒരു 10 ന്യൂട്ടൺ, ഇത് 5 ന്യൂട്ടൺ ആണെങ്കിൽ 10 + 5 15 ന്യൂട്ടൺ. അങ്ങനെ നമുക്ക് ഫോഴ്സ് വെക്ടർ ആഡ് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മൾ പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ എന്ന് പറയുന്ന ഒരു ലോ ഉണ്ട്. ആ ലോ പ്രകാരം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഈ പറയുന്ന F2 തന്നെ നമ്മൾ ഇവിടെ നിന്ന് വരയ്ക്കാൻ പോവുകയാണ്. കണ്ടോ? ക്ലിയർ?
ഈക്വൽ എമൗണ്ട് ഓഫ് F2 ഇവിടെ നിന്ന് ഇങ്ങനെ വരച്ചു. സിമിലാർലി F1 നമ്മൾ ഇവിടുന്ന് ഈ പറയുന്ന F2ന്റെ എൻഡിൽ നിന്ന് വരയ്ക്കുകയാണ്. കണ്ടോ? ക്ലിയർ? സോ ദിസ് ഈസ് ആൾസോ F1, F2, ദിസ് ഈസ് F2, this is F2, clear? And the upper one is F1. Okay, clear? ഇത് F2, ഇതെന്താണ് F1. റിസൾട്ടന്റ് ഫോഴ്സ് എന്തായിരിക്കും? റിസൾട്ടന്റ് ഫോഴ്സ് രണ്ടിന്റെ സം ആയിരിക്കും. അത് ഈ പറയുന്ന ഡയഗണൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ്. സോ വി ക്യാൻ റെപ്രസെന്റ് ഇറ്റ് ആസ് F. റിസൾട്ടന്റ് ഫോഴ്സിനെ നമുക്ക് എന്തായിട്ട് സൂചിപ്പിക്കാം? ക്യാപിറ്റൽ F. ക്ലിയർ ആണോ? ഓക്കെ, നൗ എങ്ങനെയാണ് നമ്മൾ ഈ വെക്ടറുകൾ ആഡ് ചെയ്യുക? ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, വെക്ടർ F is equal to F1 plus F2, ട്രയാങ്കിൾ ഓഫ് അഡീഷൻ പഠിച്ചിട്ടില്ലേ? ടോട്ടൽ F is equal to F1 plus എന്താണ് F2. F1 ഉം F2 കൂടി ആഡ് ചെയ്യുന്നതാണ് ഈ ക്യാപിറ്റൽ F എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നത് ഈ F1 കുറച്ചും കൂടി നീട്ടി വരയ്ക്കാൻ പോലും സാർ. കുറച്ചും കൂടി നീട്ടി വരച്ചു, പെർപെൻഡിക്കുലർ വരുന്ന രീതിയിൽ. ഓക്കെ, എന്നിട്ട് ഇവിടുന്ന് മുകളിലേക്ക് പെർപെൻഡിക്കുലർ വരച്ചു. കണ്ടോ? So that means the angle between this line and this is 90 degree. This is 90 degree. Okay. അങ്ങനെ വരുന്ന രീതിയിൽ ഞാനിതിനെ എന്താണ് വരച്ചു. ക്ലിയർ? ഓക്കെ, ദെൻ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ 90 ഡിഗ്രി വരികയാണെങ്കിൽ നമുക്കൊരു ഡയഗണൽ തന്നു കഴിഞ്ഞാൽ ഒരു ആംഗിളും അറിയാമെങ്കിൽ. സപ്പോസ് കൺസിഡർ ദിസ് ഈസ് എ പാരലോഗ്രാം. ഒരു പാരലോഗ്രാം ആണ്. ഒരു ലൈൻ ഇങ്ങനെ കട്ട് ചെയ്ത് പോയാൽ ഇവിടെയുള്ള ആംഗിളും തന്നെ സെയിം ആയിരിക്കും. If this is theta and this is also theta. Clear? So this is theta. Then this side, suppose we can write a name here, A, B, C, D, A, B, C, D, and this point is E. So here BE എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എന്തായിരിക്കും? F2 cos theta. F2 cos theta. F2 cos theta. ഓക്കെ, അതെങ്ങനെ വരുന്നത് അറിയാലോ? എങ്ങനെയാണ് വരുന്നത്? അത് വരുന്നത് എന്താണ്? സപ്പോസ് ദിസ് ഈസ് ദ ട്രയാങ്കിൾ, ദിസ് ഈസ് B and this is E. Okay, and this is C and this one is F2. Okay, and this is theta. Clear? Then what is cos theta? Cos theta means adjacent side divided by hypotenuse, that is BE divided by F. Okay, F2. Clear? Then what is BE? B is equal to F2 into cos theta. B is equal to F2 cos theta. അപ്പോൾ നമ്മൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഇത്രയേ ഉള്ളൂ, തീറ്റയുടെ തൊട്ടടുത്ത് കിടക്കുന്ന വശം cos theta. ഓക്കെ, അപ്പോൾ ആ കാരണം ഹൈപ്പോട്ടനസ് ഇൻറ്റു cos theta എന്നാണ് F2 cos. Similarly here you can solve like sin theta എടുക്കുകയാണെങ്കിൽ CE divided by F2, then CE is equal to F2 sin theta. So this side is equal to F2 sin theta. ഓക്കെ, ക്ലിയർ? നമുക്കതിൻ്റെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഇല്ല. ഓക്കെ, ഇപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാൻ വേണ്ടി വേണം. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്ത് കാണിക്കണം ഒന്നും നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ നിങ്ങൾ ഇത് ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ +1 പഠിക്കേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഇനി ഒരിക്കലും ഞാൻ ഇത് പറഞ്ഞു തരില്ല, F2 cos theta, F2 sin theta എങ്ങനെ വരുന്നു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ അത് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി എവിടെ ഇങ്ങനെയൊക്കെ എഴുതിയാലും അത് ഇങ്ങനെയാണ് വരുന്നതെന്ന് മനസ്സിലാക്കിക്കൊള്ളണം. ഓക്കെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഇങ്ങനെ എഴുതണം എന്നില്ല. ഓക്കെ, ഇതെങ്ങനെയാണ് വരുന്നത്, ഈ ഫോർമുല എങ്ങനെയാണ് വരുന്നതെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും എഴുതിയെടുക്കണ്ട. ഓക്കെ, അത് മനസ്സിലായില്ലെങ്കിൽ പിന്നീട് അങ്ങോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്, പ്രോബ്ലം ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ഉണ്ടെങ്കിൽ എന്താണ് ആ ആംഗിളിന്റെ ഓപ്പോസിറ്റ് അതിന്റെ ഹൈപ്പോട്ടനസ് ഇൻറ്റു സൈൻ തീറ്റ, അഡ്ജസന്റ് അതിന്റെ ഹൈപ്പോട്ടനസ് ഇൻറ്റു കോസ് തീറ്റ, അത്രയായിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ, സോ ദിസ് ഈസ് അവർ ആംഗിൾ തീറ്റ. സോ നമ്മളിപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതിനകത്ത് സൂചിപ്പിക്കുകയാണെങ്കിൽ ദിസ് ഈസ് F. ക്ലിയർ? ആൻഡ് ദിസ് വൺ ഈസ് ഇവിടം വരെ എത്രയുണ്ട്? ഇവിടെ വരെ F1 പ്ലസ്, ഓക്കെ, F1 പ്ലസ് വാട്ട് ഈസ് ഹിയർ? ദിസ് ഈസ് F2. ഇവിടെ എന്തായിരുന്നു നമ്മൾ കണ്ടിരുന്നത്? F2 cos theta.
cos theta. Okay. So here this is f1, f2 sin theta. അപ്പോൾ നമ്മൾ പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്യാൻ പോവുകയാണ്. പൈതഗോറസ് തിയറം അപ്ലൈ നോക്കി ഇത് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണല്ലേ, കണ്ടോ? ദിസ് ഈസ് എ ഇ പിന്നെ ഇവിടെ എന്തായിരുന്നു സി. ഈ എ ഇ സി എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആണ്. സോ ട്രയാംഗിൾ എ ഇ സി AEC. Triangle AEC is a right angle triangle. Right angle triangle ആണ്. അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ പഠിച്ചേക്കുന്ന തിയറി അനുസരിച്ച് ഹൈപ്പോട്ടനസ് ദാറ്റ് ഈസ് ഹിയർ f is equal to root of base square plus perpendicular square. Here base is f1 plus f2 cos theta. That is f1 plus f2 cos theta. f1 plus f2 cos theta. Then അതിന്റെ square. According to Pythagoras theorem, base square plus perpendicular. Here perpendicular is f2 sin theta. So f2 sin theta square. Is it clear? Okay. So f is equal to this is a plus b whole square. Up and then a square f1 square, clear, plus 2 into ab. What is a f1 into b. What is b? f2 cos theta ഒരുമിച്ച് b ആണ്. Clear? Okay. So f2 cos theta plus എന്താണ് b square എന്ന് പറയുമ്പോൾ f2 square. Okay. Then cos theta square, that is cos square theta. Okay. ഇവിടെ എന്തിന്റെ റൂട്ടിന്റെ ഉള്ളിലാണത്. ഓക്കെ. പ്ലസ് അവിടെ സ്ഥലമില്ല എഴുതാൻ, താഴെ എഴുതിയാണ് f2 sin theta square എന്ത് എഴുതണം, f2 square, ഓക്കെ, ഇൻറ്റു sin square theta. അതിന്റെ സ്ക്വയർ കണ്ടു, അത്രയേ ഉള്ളൂ. ഓക്കെ. സോ ദിസ് ഇംപ്ലൈസ് f is equal to ഇവിടെ റൂട്ടിനകത്ത് ആദ്യം f1 എടുക്കാം, f1 square. So this is f1 square, clear, plus ഞാനിവിടെ ഒരു f2 ഉണ്ട്, f2 cos theta ഉണ്ട്, f2 cos theta cos square theta, അതുപോലെ തന്നെ എന്താണ് ഒരു പ്ലസ് f2 സ്ക്വയർ sin square theta ഉണ്ട്. അപ്പം അതിനകത്ത് നിന്ന് ഇവിടെ f1 whole square plus then f2 cos square theta, f2 square sin square theta ഉണ്ട്. അതിൽ നിന്ന് f2 square പുറത്തെടുത്തു കഴിഞ്ഞാൽ cos square theta plus sin square theta. ലുക്ക് ദിസ് ടു ലാസ്റ്റത്തെ രണ്ട് ടേം നോക്കാം. ഇവിടെ f2 square cos square theta, f2 square sin square theta. അതിന് f2 square സാർ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ക്ലിയർ. ദാറ്റ് ഈസ് f2 square, ക്ലിയർ. ആൻഡ് ബ്രാക്കറ്റിനകത്ത് വരുന്നത് cos square theta plus sin square theta. നമ്മൾ പഠിച്ചിട്ടുണ്ട് cos square theta plus sin square theta is equal to 1. That is 1. Okay, അപ്പോൾ അത് പോയി. 1 into f2 square, f2 square. Plus the balance 2f1 f2 cos theta. 2f1, okay, f2 cos theta. Okay, clear? And this is our equation. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള equation. ഇപ്പോൾ resultant force is equal to what? f1 whole square plus f2 whole square plus 2f1 f2 cos theta root of. അതാണ് ഈ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. കിട്ടിയോ? അപ്പോൾ ഈ ഒരു പോയിന്റിലേക്ക് ഒരു ഫോഴ്സ് ഇങ്ങോട്ട്, ഒരു ഫോഴ്സ് ഇങ്ങോട്ട്. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകൾ തമ്മിലുള്ള വെക്ടർ തമ്മിലുള്ള ആംഗിൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ആ തന്നിരിക്കുന്ന ഈ ഇപ്പുറത്തോട്ടുള്ള ഫോഴ്സ് f1 അതിന്റെ സ്ക്വയർ പ്ലസ് f2ന്റെ മാഗ്നിറ്റ്യൂഡിന്റെ സ്ക്വയർ പ്ലസ് 2 into f1 f2 കോസ് ആംഗിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എഫിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ക്ലിയർ ആണോ? ടോട്ടൽ റിസൾട്ടന്റ് ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് കിട്ടും. ഇത് നമുക്ക് വേണം. ഈ ഫോർമുല ഉപയോഗിച്ചിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാൻ പോകുന്നത്. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഇത് ഉപയോഗിച്ചിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ചെയ്യും. സോ പ്ലീസ് keep in mind f is equal to root of f1 whole square plus f2 whole square plus 2 f1 f2
cos theta. Okay? Thank you. Thank you. Please subscribe to our YouTube channel and also join our online tuition for more videos. Study at home. Contact 9747977418. Email sunny771988 at gmail.com. Thank you. Thank you once again.